ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ സൈബർ സെക്യൂരിറ്റി ക്ലാസ്സിൻ്റെ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു 4-5 വീഡിയോ ആയിട്ട് നമ്മൾ വൈഫൈ നെറ്റ്വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മുടെ ഇത് ക്ലാസ് 6ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി ഓതൻറ്റിക്കേഷൻ അറ്റാക്കിനെ കുറിച്ചാണ്. ഡി ഓതൻറ്റിക്കേഷൻ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ചെയ്യാതെ തന്നെ ആ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു സിസ്റ്റത്തെ ആ നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വൈഫൈ ആയിട്ട് എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി അയാളുടെ മൊബൈൽ ഫോണ് അവിടുത്തെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ കാലി ലിനക്സ് മിഷനിലിരുന്നു കൊണ്ട് അയാളുടെ മൊബൈൽ ഫോണിനെ ആ നെറ്റ്വർക്കിൽ നിന്ന് കണക്റ്റ് ചെയ്തതിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡി ഓതൻറ്റിക്കേഷൻ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡി ഓതൻറ്റിക്കേഷൻ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ഞാൻ എൻ്റെ വൈഫൈ അഡാപ്റ്ററിനെ എൻ്റെ മിഷനിലോട്ട് ഞാൻ ആഡ് ചെയ്യുവാണ്. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വയേർഡ് കണക്റ്റഡ് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വൈഫൈ അഡാപ്റ്റർ എടുത്തിട്ട് എൻ്റെ കാലി ലിനക്സ് മിഷനിലോട്ട് ഇപ്പോൾ ആഡ് ചെയ്തു. അപ്പോൾ കണക്റ്റ് ടു എ വെർച്വൽ മെഷീൻ എന്നുള്ളത് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പുള്ള സെക്ഷനുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എൻ്റെ ഇപ്പോൾ വൈഫൈ അഡാപ്റ്റർ ഇത് അവിടെ വന്നു. ജസ്റ്റ് വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്ത് സെലക്ട് നെറ്റ്വർക്ക് കൊടുത്താൽ എൻ്റെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ എനിക്കിവിടെ പറ്റും. ആ നെറ്റ്വർക്കിൻ്റെ ഇൻഫർമേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. എന്താ സെലക്ട് നെറ്റ്വർക്ക് കൊടുത്താൽ എൻ്റെ ജംബു ഹോസ്റ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ നെറ്റ്വർക്കുമായിട്ട് എനിക്കിവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ടെർമിനേറ്റർ ഓപ്പൺ ചെയ്തു. ടെർമിനേറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഈഫ് കോൺഫിഗ് എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്തു. ഈഫ് കോൺഫിഗ് എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്താൽ എൻ്റെ വയർലെസ് അഡാപ്റ്ററിനെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഒരു ലൂപ്പ് ബാക്കും കാണാം. അതുകൂടാതെ എൻ്റെ എതർനെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്കും കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വയർലെസ് അഡാപ്റ്ററിനെ കണക്റ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ നെറ്റ്വർക്കുമായിട്ട് ഞാൻ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടില്ല. IW കോൺഫിഗ് എന്ന് പറയുന്ന കമൻറ്റാണ് നമ്മൾ പിന്നെ പഠിച്ചത്. വയർലെസ് അഡാപ്റ്ററിൻ്റെ ഇൻഫർമേഷൻ കാണാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കമൻറ്റാണ്. ഇപ്പോൾ എൻ്റെ വയർലെസ് അഡാപ്റ്ററിൻ്റെ മോഡ് എന്ന് പറയുന്നത് മാനേജർ മോഡാണ്. അപ്പോൾ നമുക്കറിയാം മാനേജർ മോഡിൽ നിന്നിട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് ഈ വയർലെസ് അഡാപ്റ്ററിന് എന്ത് ചെയ്യണം, മാനേജർ മോഡിൽ നിന്ന് മോണിറ്റർ മോഡിലോട്ട് മാറ്റണം. അപ്പോൾ ഏത് വയർലെസ് അഡാപ്റ്ററാണ്, എങ്ങനെയാണ് വയർലെസ് അഡാപ്റ്റർ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മോണിറ്റർ മോഡിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈഫ് കോൺഫിഗ് എന്നിട്ട് എൻ്റെ വയർലെസ് അഡാപ്റ്ററിൻ്റെ പേര് കൊടുത്തു WLAN 0, എന്നിട്ട് ഡൗൺ എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്തു. ഡൗൺ എന്ന് പറഞ്ഞാൽ അതിനെ ഡൗൺ ചെയ്തിടണം. അതിനുശേഷം എയർമോൺ NG ചെക്ക് കില്ല്. ഇത് മാൻഡേറ്ററി ഒന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ചെയ്യണമെന്നൊന്നുമില്ല. എന്നാലും അതിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന അപ്ലിക്കേഷൻസൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് IW കോൺഫിഗ് വയർലെസ് LAN WLAN, അതാണ് എൻ്റെ പേര്. അതിൻ്റെ മോഡ് എന്താക്കി, മോഡ് മോണിറ്റർ മോഡാക്കി. അതിനുശേഷം ഈഫ് കോൺഫിഗ് WLAN 0 അതിനെന്താക്കി, അപ്പാക്കി. ഇനി നമുക്ക് നമ്മുടെ IW കോൺഫിഗ് എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മോണിറ്റർ മോഡിലോട്ട് സ്വിച്ച് ആയിരിക്കുന്നത് കാണാൻ പറ്റും. തൊട്ട് മോഡിൽ നോക്കിക്കഴിഞ്ഞാൽ മാനേജർ മോഡായിരുന്നു. മാനേജർ മോഡിൽ നിന്ന് എങ്ങോട്ട് കൺവേർട്ടായി, മോണിറ്റർ മോഡിലോട്ട് കൺവേർട്ടായി അല്ലേ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ ഏരിയയിലുള്ള നെറ്റ്വർക്കുകൾ, ഏതൊക്കെ വൈഫൈ നെറ്റ്വർക്കുകൾ നമ്മുടെ ഏരിയയിലുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾക്കിനി ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കമൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കമൻറ്റാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. എയറോ ഡംപ് NG വയർലെസ് അഡാപ്റ്ററിൻ്റെ മോണിറ്റർ മോഡിൽ പേര് എൻ്റെ WLAN 0 എന്നായിരുന്നു. അപ്പോൾ ഞാൻ WLAN 0 എന്ന് കൊടുത്തു. അതിനുശേഷം എന്ത് കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പരിസരത്തുള്ള വയർലെസ് അഡാപ്റ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഒരു വയർലെസ് അഡാപ്റ്റർ മാത്രമേ ഈ ഒരു ഏരിയയിൽ, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഏരിയയിൽ മാത്രമുള്ളത് എൻ്റെ വയർലെസ് അഡാപ്റ്ററാണ്. അതിൻ്റെ പേരാണ് ജംബു ഹോസ്റ്റ്.
അതിൽ ഓതൻറ്റിക്കേഷൻ മെത്തേഡ് പ്രീ ഷെയർഡ് കീ ആണ്, അതാണ് PSK എന്ന് പറഞ്ഞു വന്ന് കിടക്കുന്നത്. എൻക്രിപ്ഷൻ മെത്തേഡ് WPA2 എന്ന് പറയുന്ന സെക്യൂരിറ്റി എൻക്രിപ്ഷൻ മെത്തേഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ BSSID എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ വയർലെസ് അഡാപ്റ്ററിൻ്റെ പേരാണ്, പേരല്ല MAC അഡ്രസ്സാണ് ഈ BSSIDയിൽ കിടക്കുന്നത്. പിന്നെ പവർ ഏകദേശം -22 വരുന്നുണ്ട്, അപ്പോൾ അത്യാവശ്യം അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്തരം ഇൻഫർമേഷൻസ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ Ctrl+C അടിച്ചാൽ മതി അല്ലേ. ഇനി അടുത്തൊരു കമൻറ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, അടുത്തൊരു കമൻറ്റ് നമുക്ക് ആ ഒരു നെറ്റ്വർക്കുമായിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഒരു MAC IDയിലുള്ള ഈ ഒരു വൈഫൈ ആയിട്ട് എത്ര സിസ്റ്റങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടൊരു കമൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ആ കമൻറ്റ് നമ്മൾ എങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്, ആ കമൻറ്റ് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എയറോ ഡംപ്, ഞാൻ ആ കമൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എയറോ ഡംപ് NG, എയറോ ഡംപ് NG എന്ത് കൊടുക്കുക, 2 ഹൈഫണിന് ശേഷം നമ്മുടെ BSSID കൊടുക്കുക. BSSID എത്രയാണ്, ഇതാണ് BSSID കാണുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇത് കോപ്പി ചെയ്യുന്നു, സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ ആക്കി കോപ്പി, ഇവിടെ കൊണ്ടിരുന്നു, അത് പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ആയില്ല, ഇത് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, സ്പേസ് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്യട്ടെ, പേസ്റ്റ് സ്പേസ്. ഇനി എന്ത് ചെയ്തു, ഒരു C കൂടിപ്പോയി, സ്പേസ്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, 2 ഹൈഫൺ ചാനൽ, ഏത് ചാനലാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏത് ചാനലാണ്, ചാനൽ 5 ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ചാനലിൻ്റെ നമ്പർ കൊടുക്കുകയാണ്, ചാനൽ 5 എന്ന് കൊടുത്തു. 2 ഹൈഫൺ റൈറ്റ്, ഒരു ഫയലായിട്ട് സേവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ ആ ഫയലിൻ്റെ പേര് എന്ത് കൊടുത്തു, ഇപ്പോൾ ടെസ്റ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം WLAN 0 വയർലെസ് അഡാപ്റ്ററിൻ്റെ പേര് കൊടുത്തു. എൻ്റർ കൊടുത്താൽ ഇവിടെ കമൻറ്റിൽ തെറ്റുണ്ട്, അപ്പോൾ ഞാൻ കമൻറ്റ് ഒന്നും കൂടെ അടിക്കാം. BSSID എന്ന് പറഞ്ഞ കമൻറ്റ് ഇട്ടിട്ടില്ല, ഇതവിടെ 2 ഹൈഫൻ ഇട്ടതിന് ശേഷം BSSID എന്ന് പറയുന്ന ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ID ഇട്ടിട്ടില്ല, BSSID സ്പേസ് എന്നിട്ട് വേണം ഇവിടെ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വയർലെസ് അഡാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളുടെ ഇൻഫർമേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ ആ ഒരു നെറ്റ്വർക്ക് ജംബ് ഹോസ്റ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്കുമായിട്ട് 3 സിസ്റ്റങ്ങളാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അതിൽ ഒന്ന് എൻ്റെ ലാപ്ടോപ്പാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന വേറൊരു സ്പെയർ ആയിട്ടുള്ളൊരു മൊബൈൽ ഫോണാണ്, മറ്റേതും വേറൊന്നും എൻ്റെ മൊബൈൽ ഫോണാണ്. അപ്പോൾ 3 ഡിവൈസ് എന്തായിട്ടുണ്ട്, കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആ ഇൻഫർമേഷൻ എൻ്റെ കമ്പ്യൂട്ടറിൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, Ctrl+C അടിച്ചാൽ മതി. അപ്പോൾ ആ ഇൻഫർമേഷൻസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഓതൻറ്റിക്കേഷൻ മെത്തേഡ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഫയലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഏത് ഡിവൈസിനെയാണ് ഡിസ്കണക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസിൻ്റെ MAC ID, ആ ഡിവൈസിൻ്റെ MAC ID ഏതാണെന്ന് നോക്കട്ടെ. ആ ഡിവൈസിൻ്റെ MAC ID ഞാനിത് അവിടെ കൊടുക്കാം. അപ്പോൾ ആ ഡിവൈസിൻ്റെ MAC ID ആണ് നിങ്ങൾക്ക് ആദ്യം കാണുന്നത്, 46A917E4AC_D2. അത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോണിൻ്റെ MAC ID ആണ്. അപ്പോൾ ആ ഒരു ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ട് അല്ലേ. ആ ഡിവൈസിന് എനിക്കിന്ന് ഡിസ്കണക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഡിസ്കണക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡിസ്കണക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എയർപ്ലേ എന്ന് പറയുന്നൊരു കമൻറ്റാണ് നമ്മൾ അടിക്കുക. അപ്പോൾ എയർപ്ലേ എന്ന് പറയുന്ന കമൻറ്റ് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് എയർപ്ലേ NG ഓതൻറ്റിക്കേഷൻ, അതാണ് ഓത് എന്ന് പറയുന്ന കമൻറ്റ് കൊടുക്കുക. ഓതൻറ്റിക്കേഷൻ സ്പേസ്, എത്ര ഓതൻറ്റിക്കേഷൻ മെസ്സേജുകൾ അയക്കണം എന്നാണ്. അപ്പോൾ ഞാൻ ഇത്രയൊരു വലിയൊരു എമൗണ്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് -A എന്നിടുക. അതിനുശേഷം നമ്മുടെ MAC അഡ്രസ് ഓഫ് ദി റൂട്ടർ, നമ്മുടെ റൂട്ടറിൻ്റെ MAC ID കൊടുക്കുക. ഇത് കൊടുത്തു, ഇവിടെ അത് പേസ്റ്റ് ചെയ്തു, സ്പേസ് -C സ്പേസ് MAC അഡ്രസ് ഓഫ് ഈ ക്ലയൻറ്റിനെയാണ് എനിക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ക്ലയൻറ്റിനെ അവിടെ നിന്ന് കോപ്പി ചെയ്തു, അവിടെ നിന്ന് പേസ്റ്റ് ചെയ്തു, അതിനാണ് ഡിസ്കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് സ്പേസ് എൻ്റെ വയർലെസ് അഡാപ്റ്ററിൻ്റെ പേര് കൊടുക്കണം, WLAN 0 എന്നാണ്. അപ്പോൾ WLAN 0 എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ കാണിച്ചു തരാം അത് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുത്തു.
എൻ്റെ മൊബൈൽ ഫോണിൽ സെറ്റിങ്സ് എടുത്തു. സെറ്റിങ്സിൽ വൈഫൈയുടെ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ജമ്പ് ഹോസ്റ്റ് എന്നുള്ളത് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണ് മൊബൈൽ സാധാരണ ഇൻ്റർനെറ്റ് കണക്ഷനാണ് പ്രവർത്തിക്കുന്നത്. ജമ്പ് ഹോസ്റ്റുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇപ്പോൾ ഡി ഒതൻറ്റിക്കേഷൻ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാസ്വേഡ് ഇൻകറക്റ്റ്. അപ്പോൾ പാസ്വേഡൊക്കെ ഒന്ന് അടിച്ചു നോക്കാം. പാസ്വേഡ് അടിച്ചു നോക്കിയിട്ടുണ്ട്. എന്നിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഡിവൈസ് എന്താവുന്നില്ല, കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഈ സ്ക്രീനിൽ ഇങ്ങനെ ഈ ഒരു മെസ്സേജ് ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എനിക്കിത് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊടുത്തു, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ Ctrl+C അടിച്ചു. ഇപ്പോൾ സ്റ്റോപ്പായി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ മൊബൈൽ ഫോണ് ആ ഒരു നെറ്റ്വർക്കുമായിട്ട് ഇപ്പോൾ എന്താവും, കണക്റ്റ് ആവും. കാരണം ഞാൻ ആ ഡി ഒതൻറ്റിക്കേഷൻ മെസ്സേജ് അയക്കൽ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡി ഒതൻറ്റിക്കേഷൻ മെസ്സേജ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്കൊരു നെറ്റ്വർക്കിലിരിക്കുന്ന സിസ്റ്റത്തെ ആ നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ചെറിയൊരു വീഡിയോ ആണ് ഡി ഒതൻറ്റിക്കേഷൻ. ഈ ഡി ഒതൻറ്റിക്കേഷൻ പ്രോസസ്സ് നമുക്ക് മറ്റു പല ആവശ്യങ്ങൾക്കും ഇത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ഒരു ലാബോ സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. ഓക്കെ.